ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെഗുലറായിട്ടുള്ള വ്യായാമത്തെക്കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നടത്തം എന്നുള്ളത്. നമ്മളിൽ പല ആളുകളും രാവിലെ എണീറ്റിട്ടൊക്കെ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വൈകുന്നേരം നടക്കുന്നവരുണ്ടാവും, വിവിധ സമയങ്ങളിൽ നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ മോർണിംഗ് അവേഴ്സിലുള്ള നമ്മൾ വെറും വയറ്റിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മോർണിംഗ് അവേഴ്സിലുള്ള ഒരു റെഗുലർ നടത്തം എന്നുള്ളത് എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കുക. പലപ്പോഴും പല എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ നടത്തം എന്നുള്ളത്. ദിവസവും നമ്മളൊരു 30 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടൊരു കാര്യമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. മരുന്ന് ഒഴിവാക്കുക എന്നുള്ളതല്ല അതിന് പകരം, പക്ഷേ നമുക്ക് പലപ്പോഴും ഒരു ജീവിതശൈലി രോഗത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ജീവിതശൈലി രോഗമുള്ള ഒരാളാണെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം കുറക്കാനൊക്കെ ഇത്തരം ആരോഗ്യശീലങ്ങൾ ശീലമാക്കുന്നത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതാണ് മെസ്സേജായിട്ട് പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മളൊരു ഒരു 6000 മുതൽ 8000 വരെ സ്റ്റെപ്പ് ഡെയിലി നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഈ നടത്തം നമ്മളെ സഹായിക്കുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. പിന്നീട് രണ്ടാമതായിട്ട് നമ്മുടെ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ പ്രശ്നത്തെ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ അല്ലെങ്കിൽ കുറക്കാനൊക്കെ ഇത്തരം നടത്തം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് അമിത ഭാരം, ശാരീരിക ഭാരത്തെ കുറക്കാൻ വെറും വയറ്റിലൊക്കെ ഒരു ദിവസവും ഒരു 30 മിനിറ്റ് റെഗുലറായിട്ട് നടക്കുകയാണെങ്കിൽ അമിത ശരീരഭാരം കൂടുന്നത് കുറക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് നാലാമതായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് മാനസിക സമ്മർദ്ദത്തെ കുറക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. പലപ്പോഴും മാനസിക സമ്മർദ്ദം ഇന്ന് പല ആളുകളിലും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പല ജീവിത സാഹചര്യം കൊണ്ടും അവരുടെ മാനസിക ടെൻഷൻ കൊണ്ടൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് അത് വഴിവെക്കാറുണ്ട് എന്നുള്ളത് പല ആളുകളും തിരിച്ചറിയാറില്ല. പലപ്പോഴും അത് മറ്റു പല കാരണങ്ങൾ എണ്ണപ്പെടുമെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അത് ശരിക്കും എണ്ണപ്പെടേണ്ടതും കൺസിഡർ ചെയ്യേണ്ടതും, അതെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഓവർകം ചെയ്യാൻ നിർബന്ധിതരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ മാനസിക സമ്മർദ്ദങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് പല അസുഖങ്ങളെയും കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്ലീപ്പിനെയൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ തന്നെ പല ജീവിതശൈലി രോഗങ്ങളെ തടുത്തു നിർത്താനും നമുക്ക് സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നതിനൊരു വിഷമം കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ചികിത്സ സ്വീകരിക്കുന്നതിന് മടി കാണിക്കുകയോ ചെയ്യരുത്. മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയാൽ ഞാനൊരു സൈക്യാട്രിക് രോഗിയാവോ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് എന്നെ മുദ്ര കുത്തപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ ആ മാനസിക രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നായിട്ട് കഴിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ പല ആളുകൾക്കൊരു പ്രയാസമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മാനസിക സംഘർഷത്തെ അല്ലെങ്കിൽ മാനസിക പ്രയാസത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിലും വലിയ പ്രയാസങ്ങളിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കും എന്നുള്ളത് പല ആളുകളും തിരിച്ചറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഒരു ചെറിയ മാനസിക സമ്മർദ്ദമാണെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ കൗൺസിലറായിട്ടോ ഒക്കെ നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ നമ്മളത് സംസാരിച്ച് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മരുന്ന് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അതിനുള്ളൊരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പല ആളുകളും അത് മരുന്ന് കഴിക്കാൻ വിമുഖത കാണിക്കും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വിമുഖത കാണിക്കും, അല്ലെങ്കിൽ അത് തന്നെ ഒരു രോഗിയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയും പിന്നീട് അത് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സസൈസിനോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദത്തിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ നടത്തം പറഞ്ഞത് തന്നെ ഇൻ്റർവൽ വാക്കിംഗ് എന്ന് ജപ്പാനിലൊക്കെ ഉള്ള ആളുകൾ കുറച്ച് സമയം ഒരു 3 മിനിറ്റ് ശക്തമായിട്ട് വളരെ സ്പീഡിൽ ബ്രിസ്ക് വാക്ക് ചെയ്യും. ഭയങ്കര ശക്തമായിട്ട് സ്പീഡിൽ നടക്കും. പിന്നീട് ഒരു 3 മിനിറ്റ് അവർ വളരെ റിലാക്സ് ചെയ്തിട്ട് അവർ നടക്കും. പിന്നീട് വീണ്ടും അതുപോലെ തന്നെ ശക്തമായിട്ട് ഭയങ്കര സ്പീഡിൽ നടക്കും, വീണ്ടും സ്ലോ ആയിട്ട് നടക്കും. അങ്ങനെ ഒരു 10 പ്രാവശ്യമൊക്കെ അവർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം ഇൻ്റർവൽ വാക്കിംഗ് ഒക്കെ നമ്മുടെ ശാരീരികമായിട്ടുള്ളതും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തൊക്കെ കുറക്കാനും നമ്മുടെ കോർട്ടിസോണിൻ്റെയൊക്കെ ഉൽപ്പാദനം കൃത്യമാക്കാനും നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊക്കെ വഴിവെക്കുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം എക്സസൈസ് രീതികളിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റെഗുലറായിട്ടുള്ള ഒരു റൂട്ടീനായിട്ടുള്ള ഒരു എക്സസൈസ് രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അത് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പരിഹരിക്കാനും ജീവിതശൈലി രോഗങ്ങളെ മാനേജ് ചെയ്യാനും നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.